ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ലിവ് ഈച്ച് ഡേ ആസ് ഇഫ് ഇറ്റ് ഈസ് യുവർ ലാസ്റ്റ്. ആയുസ്സിലെ ഓരോ ദിനവും അവസാനത്തെ ദിനമെന്നതുപോലെ ജീവിക്കുക. ആപ്പിൾ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സിൻ്റെ വാക്കുകളാണിത്. പറയുമ്പം നിസ്സാരമെന്നൊക്കെ തോന്നുമെങ്കിലും ജീവിതത്തിലേക്ക് വരുമ്പോൾ കുറച്ച് പ്രയാസമേറിയ ഒരു കാര്യമാണിത്. കാരണം ഒരു നല്ല ജോലി ശരിയാക്കണം, ഒരു നല്ല വീട് വയ്ക്കണം, കുറച്ച് കാശൊക്കെ സമ്പാദിക്കണം, ഇങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളോടും പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും കൂടി ജീവിക്കുന്ന വെറും സാധാരണക്കാരായ മനുഷ്യരാണ് നാം എല്ലാവരും. നാളെ നന്നായേക്കാം, അടുത്ത ധ്യാനം കഴിഞ്ഞ് അല്ലെങ്കിൽ കുമ്പസാരം കഴിഞ്ഞ് ഒരു പുതിയ വ്യക്തിയായേക്കാം എന്നൊക്കെ നാം പലപ്പോഴും കണക്ക് കൂട്ടാറുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്നത് നന്മയുടെ വഴി തിരഞ്ഞെടുക്കാൻ ഇനിയൊരു ദിനം കൂടി ലഭിക്കണമെന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു ആശയത്തോട് ചേർന്ന് പോകുന്നതാണ് ഏലിയാസ് ലിവ മൂസാകാലം 6-ാം ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗവും. ശരിക്കും ലൂക്കാസ് സുവിശേഷകന്റെ 20-ാം അധ്യായം 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ എന്താ ഈ കർത്താവ് പറയുന്നത് എന്ന് സ്വാഭാവികമായി നാമൊക്കെ ഒന്ന് ചിന്തിക്കും. കാരണം ആകെ മൊത്തം ഒരു ഡാർക്ക് സീനാണ്. അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴും, തടവുകാരായി കൊണ്ടുപോകപ്പെടും, ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം എന്നിങ്ങനെയുള്ള ശക്തമായ താക്കീതുകളാണ് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ കാണുക. ഇതിനോട് ചേർത്ത് വച്ചാണ് മിശിഹായുടെ 2ാമത്തെ ആഗമനത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ സുവിശേഷകൻ വിവരിക്കുക. കാരണം ജെറുസലേമിൻ്റെ നാശം പോലെ തന്നെയായിരിക്കും കർത്താവിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നവരുടെ, നന്മയിൽ ജീവിക്കാൻ സാധിക്കാതെ പോകുന്നവരുടെ, വേണ്ടത്ര ഒരുക്കമില്ലാത്തവരുടെയും അവസ്ഥ എന്ന് വളരെ വ്യക്തമായി സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുകയാണ്. കാലത്തിൻ്റെ വിവേചനങ്ങളെ തിരിച്ചറിഞ്ഞ് ഭയന്ന് വിറങ്ങലിച്ച് പോകുന്നവരാകാതെ നല്ല വിശ്വാസത്തിൻ്റെ കെട്ടുറപ്പുള്ള, നന്മയുള്ള, ഒരുക്കമുള്ള ജീവിതം നയിക്കണമെന്ന് സുവിശേഷകൻ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ ലോത്ത് എന്നൊരു മനുഷ്യനെ ആദ്യ വായനയിൽ നാം വായിക്കുന്നുണ്ട്. കർത്താവിനോട് വിശ്വസ്തത പുലർത്തി നന്മ പ്രവർത്തിച്ച, സഹജീവികളോട് കാരുണ്യത്തോടെ വർത്തിച്ച ഒരു മനുഷ്യൻ. അതുകൊണ്ട് തന്നെ തിന്മ പെരുകിയ സോദോം ഗോമോറ ദേശം തീയും ഗന്ധകവും ഇട്ട് കർത്താവ് നശിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ കർത്താവ് ലോത്തിനെയും കുടുംബത്തെയും പ്രത്യേകം തിരഞ്ഞെടുത്ത് സംരക്ഷിക്കുന്നുണ്ട്. കർത്താവിനോട് വിശ്വസ്തത പുലർത്തുന്നവർക്ക്, നന്മയിൽ ജീവിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന സംരക്ഷണം. വീണ്ടും തിരിഞ്ഞു നോക്കാതെ അടുത്തുള്ള പട്ടണത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞ് ലോത്തിനെയും കുടുംബത്തെയും അയക്കുന്നുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുമോ എന്നുള്ള ഭയം നിമിത്തം തിരിഞ്ഞു നോക്കിയ ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി മാറിയെന്ന വചനം സാക്ഷ്യം വയ്ക്കുക. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ കുറവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, നന്മയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ, പഴയകാല ജീവിതത്തിലെ തിന്മയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ നാം ഒക്കെ ആഗ്രഹിക്കുമ്പോൾ ഓർക്കുക ഉപ്പുതൂണായി മാറിയ ലോത്തിൻ്റെ ഭാര്യയുടെ അവസ്ഥ. ലോത്തിനെ പോലെ നീതിമാന്മാരായി പരിഗണിക്കപ്പെടണമെങ്കിൽ കർത്താവിനോട് വിശ്വസ്തത പുലർത്താൻ, നന്മയുടെ പ്രവൃത്തികൾ ചെയ്യാൻ നമുക്കും സാധിക്കണം. അല്ല എങ്കിൽ ഉപ്പുതൂണ് പോലെ ചത്തതിനൊക്കെയും ജീവിച്ചിരിക്കലും എന്നുള്ള ഒരു നിർജീവാവസ്ഥ, ഒന്നിലും സന്തോഷവും സംതൃപ്തിയും കണ്ടെത്താൻ സാധിക്കാത്ത ഒരവസ്ഥ നമ്മളിലും വന്നു ഭവിക്കും. തൻ്റെ വിധി ദിനത്തിൽ നമ്മളെയും കർത്താവ് തിരഞ്ഞെടുക്കണമെങ്കിൽ ചില നല്ല സമീപനങ്ങൾ, നന്മയുടെ ചില പ്രവൃത്തികൾ നാമൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതിന് ആദ്യം ജീവിതത്തെ കുറച്ചുകൂടി പോസിറ്റീവായി സമീപിക്കാൻ സാധിക്കണം. ശരിയാണ്, ഒത്തിരി പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളിലുമൊക്കെ അനുഭവിക്കുന്നവരാണ് നാമൊക്കെ. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, എന്ത് പ്രതിബന്ധങ്ങൾ ജീവിതത്തിലേക്ക് വന്നാലും എൻ്റെ കർത്താവ് എൻ്റെ കരം പിടിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസം, ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ജീവിതത്തോട് പുലർത്താൻ സാധിച്ചാൽ പിന്നെ എല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. 1975 വിംബിൾഡൺ കിരീടം നേടിയ ആർതർ ആഷെ തൻ്റേതല്ലാത്ത കാരണത്താൽ മാരകമായ എയ്ഡ്സ് എന്ന രോഗത്തിന് അടിമപ്പെട്ടു. ഒരിക്കൽ ഒരു മാധ്യമപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് ദൈവത്തോട് ദേഷ്യം തോന്നിയിട്ടില്ലേ? ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഇത്രയും വലിയ മാരകരോഗം തന്ന ദൈവത്തോട് താങ്കൾക്ക് ദേഷ്യം തോന്നിയിട്ടില്ലേ? അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇപ്രകാരമാണ്: ഈ ലോകത്ത് 5 കോടിയിലേറെ പേർ ടെന്നീസ് കളി പഠിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അതിൽ 50 ലക്ഷം പേർ കളി അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. ഇതിൽ 50,000 പേർ കളികൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 5,000 പേർ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇതിൽ 50 പേർ വിംബിൾഡണിൽ സ്ഥാനം നേടിയിട്ടുണ്ട്.
ഇതിൽ 4 പേർ സെമി ഫൈനലിലും 2 പേർ ഫൈനലിലും, ഒടുവിൽ ഒന്നാമനായി വിംബിൾഡൺ കിരീടം ഞാൻ നേടിയപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചില്ല, എന്തുകൊണ്ടാണ് ദൈവമേ നീ എനിക്കിത് തന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിക്കില്ല, ദൈവമേ എന്തുകൊണ്ടാണ് നീ എനിക്കിത് തന്നത് എന്ന്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള ഒരു നന്മയുടെ മനോഭാവം, ഇതുപോലെയുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തോട് വെച്ച് പുലർത്താൻ നമുക്ക് സാധിച്ചാൽ പിന്നെ എന്തിലും സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇതോടൊപ്പം ചില നന്മയുടെ പ്രവൃത്തികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ശീലമാക്കി തുടങ്ങണം. വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചെന്ന് വരികയില്ല, ഒരുപക്ഷെ എപ്പോഴും മറ്റുള്ളവരെ പണം കൊടുത്ത് സഹായിക്കാൻ സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ അയൽക്കാരൻ്റെ വിഷമങ്ങളിൽ അവനോടൊത്ത് ചേർന്ന് സഹതപിക്കാൻ, അവൻ്റെ വിഷമങ്ങൾ കേൾക്കാൻ, കരയുന്നവനോടൊത്തിരുന്ന് കരയുവാൻ, ചിരിക്കുന്നവരോട് കൂടിയിരുന്ന് ഉള്ളു തുറന്ന് ചിരിക്കുവാൻ, രോഗികളായിരിക്കുന്നവരെ ഒന്ന് ചെന്ന് കണ്ട് പരിചരിക്കുവാൻ, പിണക്കം സൂക്ഷിക്കുന്നവരോട് ഹലോ സുഖമാണോ, എന്തുണ്ട് വിശേഷം എന്നൊക്കെയുള്ള ചെറിയൊരു വാട്സപ്പ് മെസ്സേജെങ്കിലും ഒക്കെ അയക്കാൻ. പ്രിയമുള്ളവരെ, ഇതിന് തക്ക ഒരു ഹൃദയവിശാലത സ്വന്തമാക്കാൻ സാധിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതവും സന്തോഷപ്രദമായിരിക്കും. നമ്മളെയും കർത്താവ് നീതിമാന്മാരായി പരിഗണിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നന്മ ചെയ്യാനായി ഇനിയൊരു അവസരം കൂടി എനിക്ക് ലഭിക്കില്ല എന്ന ബോധ്യത്തോടു കൂടി കുറച്ചുകൂടി വിശുദ്ധമായി നമുക്ക് ജീവിതത്തെ സമീപിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.